കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സെക്രട്ടറി എന്ന സ്ഥാനത്തിനാണ് ഏറെ പ്രാധാന്യമെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും BJPക്കുമെല്ലാം പ്രസിഡന്റ് സ്ഥാനത്തിനാണ് ഏറെ പ്രാധാന്യമുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രസിഡന്റ് ആര് എന്നത് ആരും തന്നെ ഇന്നുവരെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എന്നാൽ കോൺഗ്രസിൽ പ്രസിഡന്റ് കഴിഞ്ഞാൽ നിരവധി ജനറൽ സെക്രട്ടറിമാരെയും എല്ലാം ഇപ്പോൾ തിരിച്ചറിയാൻ സാധിക്കും. BJPയിലും അങ്ങനെ തന്നെയാണ്. ഈ കുറച്ചു നാളുകളായി BJP പിന്തുടരുന്നതും കോൺഗ്രസിന്റെ ഇതേ പാത തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പാർട്ടികളിലും പ്രസിഡന്റ് എന്ന ചുമതല ഒരു മുൾക്കിരീടം തന്നെയാണ്. കോൺഗ്രസിലും BJPയിലും പ്രസിഡന്റ് പദം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന്റെ കഥ കഴിഞ്ഞു എന്നതാണ് സത്യം. അപൂർവം ചില നേതാക്കന്മാർക്ക് മാത്രമേ ആ ചുമതലയുടെ കാലാവധി കഴിഞ്ഞാൽ പിന്നെ ഈ പാർട്ടിയിൽ പിടിച്ചു നിൽക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും തന്നെ മഷിയിട്ട് പിന്നെ നോക്കിയാൽ പോലും കണ്ടെന്ന് വരില്ല. അത് ദേശീയ പ്രസിഡന്റ് സ്ഥാനം മുതൽ സംസ്ഥാന പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റും എന്തിന് മണ്ഡലം പ്രസിഡന്റുമാരുടെയൊക്കെ സ്ഥിതിയും ഇത് തന്നെയാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ നിരവധി മഹാരഥന്മാർ അലങ്കരിച്ചിട്ടുള്ളതാണ് സംസ്ഥാന അധ്യക്ഷ പദം. പിന്നെ ഇടക്കാലത്ത് ഗ്രൂപ്പ് പ്രവർത്തനം അങ്ങനെ സജീവമായതും തമ്മിൽ തല്ലും പാരയുമൊക്കെ കൂടി വന്നപ്പോഴുമാണ് സംഘടനാ തിരഞ്ഞെടുപ്പ് പോലും നടത്തുവാൻ സാധിക്കാതെ ഒരേ ചുമതലയിൽ തന്നെ അങ്ങനെ ദീർഘനാളുകൾ ഇങ്ങനെ അടയിരിക്കുവാൻ പലർക്കും കോൺഗ്രസ് പാർട്ടിയിൽ സാധിച്ചത്. അതിൽ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറെ പ്രധാനിയായ AK ആന്റണി എന്ന മുൻ സംസ്ഥാന പ്രസിഡന്റിന് ഇപ്പോൾ പ്രായാധിക്യമെന്നൊക്കെ പറയാമെങ്കിലും കോൺഗ്രസിൽ അങ്ങനെ പറയത്തക്ക പ്രാധാന്യമൊന്നും ഇപ്പോൾ നിലവിലുള്ളവർ അദ്ദേഹത്തിന് നൽകുന്നില്ല. ആന്റണിയുടെ മകൻ കോൺഗ്രസ് നേതാവുമായിരുന്ന അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേക്കേറിയതും ആന്റണിക്ക് ഒരു വിനയായി മാറി. പിന്നെ ഇവിടെയുള്ള മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ്റെ കാര്യം പറയാനുമില്ല. അദ്ദേഹം ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നോ അതുപോലും ആർക്കും അറിയില്ല. പിന്നെയാണല്ലോ കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോഴും ഉണ്ടോ എന്ന് ആരെങ്കിലുമൊക്കെ ചോദിക്കുന്നത്. പിന്നെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന മറ്റൊരു ആളാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അദ്ദേഹം ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് പോലും ആർക്കും അറിയില്ല. കോൺഗ്രസ്സുകാർ ആരും തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ അന്വേഷിക്കുന്നില്ല എന്ന് പറയുന്നതാവും ശരി. പിന്നെ കോൺഗ്രസ് പാർട്ടിയിൽ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കുശുമ്പും കുഞ്ഞായ്മയൊക്കെ പറയുവാൻ ഇടയ്ക്കിടെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ഒരു മുൻ KPCC പ്രസിഡന്റാണ് K മുരളീധരൻ. K കരുണാകരൻ എന്ന കോൺഗ്രസിന്റെ ആ അനിഷേധനായിട്ടുള്ള നേതാവിൻ്റെ മകനായതുകൊണ്ട് മാത്രം കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിച്ചേർന്ന ഒരാളാണ് K മുരളീധരൻ. ഇദ്ദേഹത്തിൻ്റെ ചില സമയത്തെ ഈ ജൽപ്പനങ്ങളൊക്കെ കേട്ടാൽ മുരളീധരനായിരുന്നു കേരളത്തിലെ ഏറ്റവും നല്ല KPCC പ്രസിഡന്റ് എന്നാണ്. എന്നാൽ അച്ഛനായ കരുണാകരനെയും മറ്റു പാർട്ടിക്കാരെയും ഒക്കെ എല്ലാവരും കൂട്ടി അങ്ങനെ കോൺഗ്രസ് വിട്ട് മറ്റൊരു പാർട്ടി ഉണ്ടാക്കി LDFൽ ചേക്കേറിയ ആളാണ് ഈ K മുരളീധരൻ. പിന്നെ ഗതിയില്ലാപ്രദം പോലെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അവസാനം വീണ്ടും കോൺഗ്രസിൽ തന്നെ തിരിച്ചു വന്ന് കിട്ടിയ സ്ഥാനമാനങ്ങളിലൊന്നും തൃപ്തി വരാതെ ഇപ്പോൾ സ്വന്തം സഹോദരിയെ പോലും തള്ളിപ്പറഞ്ഞ് വലിയ നേതാവ് ചമയുകയാണ് മുരളീധരൻ. ഇനി ജന്മത്ത് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹം എത്തില്ല എന്ന് അത് മുരളീധരൻ അറിയില്ലെങ്കിലും സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് അത് നന്നായിട്ടറിയാം. കോൺഗ്രസിൽ നിന്നും ഇനി കാഴ്ച ബംഗ്ലാവിലേക്ക് അയക്കപ്പെടുന്ന മറ്റൊരു മുൻ KPCC പ്രസിഡന്റാണ് MM ഹസനെ കോൺഗ്രസ്സുകാരനായിട്ട് പോലും കഴിഞ്ഞ കുറേ നാളുകളായി ആരും തന്നെ ഇവിടെ കാണുന്നില്ല എന്നതാണ് വാസ്തവം. ആരാണോ കോൺഗ്രസിൽ ഇപ്പോൾ നേതൃസ്ഥാനത്ത് വരുന്നത് അവരുടെ എല്ലാം ഏറാമൂളിയായി ഇങ്ങനെ നിൽക്കുന്ന ഒരു പാരമ്പര്യമുള്ള MM ഹസൻ അതുകൊണ്ട് തന്നെയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം വരെ UDF കൺവീനർ സ്ഥാനത്തിരുന്നത്. എന്നാൽ അതും ഇപ്പോൾ കഴിയുന്നുപോയി. ആ ചുമതലയിൽ ഇപ്പോഴിതാ മറ്റൊരാൾ വന്നിരിക്കുകയാണ്. അവസാനം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും വെറും കറിവേപ്പില പോലെ എടുത്തറിയപ്പെട്ട ഒരാളായി മാറിയിരിക്കുന്നു ഇന്നലെ വരെ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന K സുധാകരൻ. എന്തിനാണ് താൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ മാറ്റപ്പെട്ടതെന്ന് പോലും സുധാകരന് മനസ്സിലായിട്ടില്ല. സുധാകരന് പകരം ഇപ്പോൾ KPCC പ്രസിഡന്റായി ശ്രീ സണ്ണി ജോസഫ് എന്ന കോൺഗ്രസ്സുകാരനെ അങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് കെട്ടിയിറക്കിയിരിക്കുകയാണ്. സണ്ണി ജോസഫിനും ഈ മുൻകാല പ്രസിഡന്റുമാരുടെയൊക്കെ അല്ലാതെ വേറെന്ത് ഗതിയാണ് ഇനിയും വരാൻ പോകുന്നത്?